ഇന്ത്യക്കാർ താമസിച്ച ഒരു ഹോട്ടലിൽ അവർ രാവിലെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആ മുറി ചെന്ന് നോക്കിയാൽ ആ മുറി എങ്ങനെ കിടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അത് കാണാതെ നിങ്ങൾക്ക് ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. അതായത് നമ്മൾ 3000 രൂപ കൊടുത്ത് ഒരു മുറി വാടകയ്ക്ക് എടുത്തതാണ്, നമ്മൾ ഡിസ്കൗണ്ട് ചോദിച്ചിട്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല എങ്കിൽ അവരിറങ്ങുമ്പോൾ ആ ടർക്കി വരെ നിലത്തിട്ട് ചവിട്ടി അരച്ച് ചെളിയും പിടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോരുള്ളൂ. ഇത് സത്യമാണ്. ഇത് സ്ഥിരമായിട്ട് അവിടെ കാണുന്ന ഹോട്ടൽ ജീവനക്കാർ, ഞാൻ ഈ പറയുന്ന കമൻറ്റ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നാൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് മലയാളികൾ, അവരൊന്ന് കമൻ്റ് ഇടട്ടെ സത്യസന്ധമായിട്ട്. ഇതൊക്കെ കാണുന്ന ഒരു സമൂഹത്തിലെ ആളുകൾ അപകടകാരികളായ ഒരു ടീം വരുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന് വാണിംഗ് കൊടുക്കും. അത്രേ ഉള്ളൂ. അതിനർത്ഥം എല്ലാ ഇന്ത്യക്കാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഈ പറഞ്ഞ സിവിക് സെൻസ് പഠിപ്പിക്കാതെ വിടുന്നതുകൊണ്ട് മര്യാദകേടുകൾ കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പറക്കുന്ന വിമാന കമ്പനികളിലൊക്കെ ആദ്യകാലത്ത്, ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അന്ന് മദ്യം വിളമ്പുമ്പം എല്ലാവർക്കും ചിലപ്പോൾ ചോദിച്ചാൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും, ഒരു പെഗ് കൊടുക്കും, അതാണ് എൻ്റെ രീതി. പക്ഷേ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. വിമാനം ലാൻഡ് ചെയ്യുവോളം 5-6 തവണ ചോദിച്ചുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നാത്ത എന്തുകൊണ്ടാണ്? മറ്റു രാജ്യക്കാർക്ക് അവരും നമ്മളെക്കാൾ മദ്യപിക്കുന്നവരായിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഇത്തരം ചില കാര്യങ്ങളുള്ള അറിവില്ലായ്മയോ അല്ലെങ്കിൽ നമ്മളുടെ വിവരക്കേട് തന്നെ പറയണത്, അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇമ്പ്രഷൻ എന്താ? ഈ എയർലൈൻ സ്റ്റാഫിന് നമ്മളോട് ഉണ്ടാക്കുന്ന ഇമ്പ്രഷൻ എന്താ? എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് പറക്കുന്ന വിമാനങ്ങളെല്ലാം പഴഞ്ച വിമാനം മാത്രം വിടുന്നത്? ഈ എമിറേറ്റ്സ് ആണെങ്കിലും എത്തിഹാദ് ആണെങ്കിലും ഒക്കെ. ദുബായിൽ നിന്ന് യൂറോപ്പിലേക്ക് പറക്കുന്ന വിമാനത്തിലും കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പറക്കുന്ന വിമാനത്തിലും യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. അവിടുന്ന് അങ്ങോട്ട് പറക്കുന്ന വിമാനം ഏത് കണ്ടീഷനിലാണെന്നും ഇവിടുന്ന് ഇങ്ങോട്ട് പറക്കുന്ന ഏത് കണ്ടീഷനിലാണെന്നും കാണുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ അവർ പറയേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ കാണുന്നുണ്ട് ഞാൻ, ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും വിദേശയാത്ര നടത്തുന്ന ഒരാളാണ് ഞാൻ. ഇതെവിടെയും ഇത് ഞാൻ കാണുക. ഇത് ഞാനീ പറഞ്ഞത് ഇവിടെ കേൾക്കുന്ന ആളുകളല്ലാതെ ഈ രാജ്യങ്ങളിലുള്ള എന്നെ സമാനമായിട്ട് യാത്ര ചെയ്ത ഒരാളെങ്കിലും അത് തെറ്റാണെന്ന് പറയട്ടെ, ഞാനിതൊക്കെ പിൻവലിക്കാം. ഇൽട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിന് നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ സൗജന്യങ്ങളൊന്നും മേടിക്കാൻ ഒരിടത്തും പോയിട്ടില്ല. ഈ സായിപ്പിൻ്റെ അടുത്താണെങ്കിലും ഞാൻ കാശ് കൊടുത്ത്, ഇപ്പോൾ സ്പേസ് യാത്രയ്ക്ക് എന്നെ കൊണ്ടുവന്ന സൗജന്യമല്ലല്ലോ. അപ്പോൾ എനിക്കതിനുള്ള അവകാശമുള്ളതിൽ മാത്രമേ ഞാൻ പോയി നിൽക്കാറുള്ളൂ. ആ അവകാശമുള്ളതിൽ അവർക്കും അറിയാം ഇയാൾക്കത് കൊടുത്തേ പറ്റുമെന്ന്. അതുകൊണ്ട് ഇൽട്രീറ്റിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല. നമ്മൾ ചിന്തിച്ചിട്ടേ പോവുള്ളൂ. അവിടെ ചെന്നാൽ ഇൽട്രീറ്റഡ് ആകാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനങ്ങ് പോവില്ല, അത്രേ ഉള്ളൂ. നമ്മൾ യുക്തി ഉപയോഗിക്കണം എല്ലായിടത്തും. പിന്നെ എന്നാൽ അപൂർവ സ്ഥലങ്ങളിൽ നെറ്റി ചൊളിച്ച് ഇവനെന്താ ഇവിടെ എന്ന് നോക്കുന്ന സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ വെർജിൻ്റെ ഗ്രൂപ്പിൽ തന്നെ ചെല്ലുമ്പോൾ ഇന്ത്യക്കാരനോ എന്നൊരു നെറ്റി ചൊളിക്കൽ ആദ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അവരെ ഇങ്ങനെ ഒരാളെ പ്രതീക്ഷിക്കുന്നില്ല. അതെ, ഇന്ത്യ ഒരുപാട് മാറി. ഭയങ്കരമായിട്ട്. എന്താണ് ഈ ഓവർ ദ പീരീഡ് എങ്ങനെയാണ് ഇന്ത്യയെ പറ്റിയുള്ള പെർസെപ്ഷൻ എങ്ങനെയാണ് മാറിയിട്ടുള്ളത്? അതായത് ഞാൻ സഞ്ചാരത്തിൻ്റെ ആദ്യകാലത്ത് പറഞ്ഞ കമൻറ്റുകളോ അല്ലെങ്കിൽ എൻ്റെ നിരീക്ഷണങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ ഒരു പ്രസക്തി ഇല്ലാത്ത മട്ടിൽ പോലും മാറിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും ബെറ്റർ ഓഫ് കോഴ്സ്. നമ്മുടെ ഹൈവേകൾ, ഞാൻ 97 കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ടാറ് നമ്മളെല്ലാം കൂടെ വഴിയിൽ നിന്ന് വറചട്ടിയിൽ ഉരുക്കിയെടുത്ത് ചുവന്നു കൊണ്ടുപോയി അല്ലേ നിരത്തിയിട്ട് റോഡ് റോളർ ഉരുട്ടുന്ന സാധനത്തിൽ നിന്നായിരുന്നല്ലോ 97 നമ്മൾ താനം പറയുന്നത്. അന്ന് ഞാൻ നേപ്പാളിൽ പോകുമ്പോൾ ഈ ഇന്നത്തെ BMBC ടാറിങ് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ പറഞ്ഞു, ഇത് കണ്ടില്ലേ യന്ത്രമാണ് ഇവിടെ ടാർ ചെയ്യുന്നത്, അതിൻ്റെ പെർഫെക്ഷൻ റോഡിനുണ്ട്, കുറുക്കമില്ല എന്നൊക്കെ പറഞ്ഞു. അത് ഇനിയിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, അതൊക്കെ ഇവിടെ ആയിക്കഴിഞ്ഞു. ഇവിടുത്തെ ഏത് പഞ്ചായത്ത് റോഡ് പോലും ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ടെക്നോളജി, അവിടെയുള്ള ഫെസിലിറ്റികൾ, ഇതെല്ലാം നമ്മൾ വികസിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലെന്നേ ഉള്ളൂ. തിരുത്തേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഉള്ളൂ. അതിനർത്ഥം നമ്മുടെ നാട് ഏറ്റവും പുറകിലൊന്നുമല്ല. എന്റെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയെ പറ്റിയുള്ള മറ്റുള്ളവരുടെ പെർസെപ്ഷൻ. ഇപ്പൊ 97 ഒരു ഇന്ത്യക്കാരനായിട്ട് താങ്കൾ വെസ്റ്റിൽ ചെല്ലുമ്പോൾ ഉള്ള അതേ രീതിയിലാണോ ഇപ്പൊ 2023 താങ്കൾ വെസ്റ്റിലോ സെയിം രാജ്യത്ത് ചെല്ലുമ്പോൾ ഇന്ത്യക്കാരെ പറ്റിയുള്ള അവരുടെ പെർസെപ്ഷനിൽ മാറ്റം വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുമ്പോട്ട് തന്നെ പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം. 2, ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയാണെന്നറിയാം. ഇന്ത്യയെക്കുറിച്ചുള്ള ഇവരുടെയൊക്കെ ആക്ഷേപം ഇതേ ഉള്ളൂ, ഡിസിപ്ലിൻഡ് അല്ലാത്ത ജനങ്ങളാണ്.
ജനങ്ങളൊട്ടും സോഫിസ്റ്റിക്കേറ്റഡ് അല്ല, സിസ്റ്റമാറ്റിക് അല്ല, പ്രൊഫഷണൽ അല്ല. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ തന്നെ അറിയാലോ, ഒരു ട്രാഫിക് ജംഗ്ഷൻ്റെ ആകാശത്തുള്ള ഫോട്ടോ കാണിച്ചിട്ട് ഇതാണ് ഇന്ത്യ, തലങ്ങും വിലങ്ങും ഓട്ടോറിക്ഷയും എല്ലാവരും അങ്ങനെ ഓടും. ഒരു നമ്മൾ ലൈറ്റൊന്നും നമുക്കൊരു വിഷയമല്ല, നമുക്ക് എതിലേ വേണമെങ്കിലും കയറ്റിക്കൊണ്ട് പോകാം എന്നൊക്കെയുള്ള ആ ഒരു സാധനമാണ് ഇന്ത്യയെക്കുറിച്ച് പുറത്തുള്ളത്. അതായത് ഡിസിപ്ലിൻഡ് അല്ല, സിസ്റ്റമാറ്റിക് അല്ല, പ്രൊഫഷണലിസം. എല്ലാം മാലിന്യയിലൂടെ ഇടും, എവിടെ വേണേലും മുറുക്കി തുപ്പും, എവിടെ വേണേലും മൂത്രം ഒഴിക്കും, എവിടെ വേണേലും നാറ്റം ഉണ്ടാകാം. എന്നാൽ ഇന്ത്യ ആസ് എ മാർക്കറ്റ്, ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു, ഇന്ത്യ ആസ് എ മാർക്കറ്റ്, ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണെന്ന് ഇവർക്കൊക്കെ അറിയാം. അതിൻ്റെ ബഹുമാനം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യൻ എക്സ്പ്രസ് ഏറ്റവും വിൽക്കുന്ന ഒരു സ്കൂളുണ്ടെന്നിരിക്കട്ടെ, അവരോട് നിങ്ങൾക്കൊരു ആദരവ് ഉണ്ടാവില്ലേ? അവിടുത്തെ പിള്ളേർക്ക് മുട്ടയെ കിട്ടുന്നെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പത്രം വിൽക്കുന്ന ഒരു സ്കൂളിനോടൊരു സ്നേഹം ഉണ്ടാവുമല്ലോ. അല്ല, അതാണ് പ്രധാന സാധനം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയുമാണ്. അല്ലാതെ സാമ്പത്തിക ശക്തി, സൈനിക ശക്തി, ടെക്നോളജിയിൽ നമ്മൾ വളർത്തുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതായത് ഇന്ത്യക്കാരോടുള്ള സ്നേഹമാണ് നമ്മളിത് കൂട്ടണ്ട, അതുകൊണ്ട് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ എത്ര കണ്ട് ടെക്നോളജിക്കലി, നമ്മൾ എത്ര കണ്ട് സൈനികപരമായി, നമ്മൾ എത്ര കണ്ട് സാമ്പത്തികമായി വളരുന്നു, നമ്മളുടെ മാർക്കറ്റ് എത്ര കപ്പാസിറ്റി ഉള്ളതായി വളരുന്നു, അതൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമുള്ള ചർച്ച എന്താണെന്ന് സാധാരണക്കാരൻ കേൾക്കുന്നില്ല. ഇവർ നയതന്ത്രം എന്ന് പറയുന്നതിൽ വലിയൊരു ശതമാനം അമേരിക്കക്കാരൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും? കൂടുതലും ആപ്പിളിന് ഇത്ര മാർക്കറ്റ് തുറന്നു കൊടുക്കണം. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പ്രചാരകൻ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയായിരിക്കും എപ്പോഴും. അതാണ് ബുദ്ധി. അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വന്ന് വേറെ ഒന്നും ആവശ്യപ്പെടില്ല, ഒറ്റ കാര്യം ഇന്ത്യൻ പ്രസിഡന്റ് ആവശ്യപ്പെടുള്ളൂ, പറ്റുന്നത്ര അമേരിക്കൻ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തരണം, പകരം നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ തരാം. സൈനികമായ സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ UN നിങ്ങളെ കൈയടിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ. അമേരിക്കൻ പ്രസിഡന്റ് പ്രാക്ടിക്കലാണ്. അമേരിക്ക എന്ന രാഷ്ട്രം നിൽക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? അമേരിക്ക എന്ന രാഷ്ട്രം ഉൽപ്പാദിപ്പിക്കുന്ന, ആ ഗവൺമെൻറ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിൻ്റെ പേരിലല്ല. അമേരിക്കയിലെ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വരുമാനമാണ് അമേരിക്കയുടെ ശക്തി. ആപ്പിൾ ഒരു ഫോൺ ഇന്ത്യ വിൽക്കുമ്പോൾ നമ്മൾ അമേരിക്കയെ എതിർക്കുന്ന ഏറ്റവും അധികം വാചാലമായി കവലയിൽ പ്രസംഗിക്കുന്നയാളും ഐഫോൺ ഒരെണ്ണം മേടിക്കുമ്പോൾ അതിലെ 1.25 ലക്ഷം രൂപയുടെ ഒരു 25 ലക്ഷം രൂപയെ അമേരിക്കൻ സർക്കാരിന് കൊടുക്കുക. ഇതറിയാതെയാണ് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. നമ്മളൊരു ഇൻ്റൽ പെൻറ്റിയം അല്ലെങ്കിൽ ഒരു പ്രോസസ്സർ ഉള്ള ഒരു കമ്പ്യൂട്ടർ മേടിക്കുമ്പോൾ അമേരിക്കയെ എതിർക്കുന്നയാൾ കമ്പ്യൂട്ടർ മേടിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് സംഭാവന ചെയ്യുകയാണ് പൈസ. അപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, അമേരിക്ക പേറ്റൻ്റ് എടുത്തതാണ് എയർ കണ്ടീഷണർ മുതൽ ഓട്ടോമൊബൈൽ മുതലുള്ള ബഹുഭൂരിപക്ഷം മേഖലകളിലും. അതിൽ ഏതൊരു പ്രോഡക്റ്റ് പുറത്തിറങ്ങുമ്പോഴും ആ പേറ്റൻറ്റിൻ്റെ ബലത്തിൽ 100 കൊല്ലോ 120 കൊല്ലോ മുമ്പ് എഡിസൺ എടുത്ത പേറ്റൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാസ്ത്രജ്ഞൻ എടുത്ത പേറ്റൻ്റ് ആയിരിക്കാം. ഈ പേറ്റൻറ്റിൻ്റെ പേരിൽ ഇപ്പോഴും നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞത് വലിയ തോതിൽ ഇന്ത്യക്കാർ പല കാര്യങ്ങളിലും മിടുക്കരാണെന്ന്. ഇപ്പോൾ സ്പേസ് ടെക്നോളജി, നമ്മൾ ഏറ്റവും നല്ല ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ലോഞ്ചർ ആയിട്ട് നമ്മുടെ ISRO മാറിക്കഴിഞ്ഞു. ഇപ്പോൾ സിംഗപ്പൂർ മുതൽ പല കിഴക്കനേഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയിലാണ് ആശ്രയിക്കുന്നത്. കാരണം നമ്മുടെ ഫെയിലിയർ റേറ്റ് വളരെ കുറവാണ്, നമ്മുടെ പരാജയ റേറ്റ് വളരെ കുറവാണ് ISROയുടെ റോക്കറ്റ് ലോഞ്ചുകളിലെല്ലാം. അതുപോലുള്ള ടെക്നോളജികളിൽ നമ്മൾ മിടുക്കരാണ്. അതുപോലെ തന്നെ IT പ്രൊഫഷണൽസ് ലോകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന സംഭാവന ചെയ്യുന്നത് നമ്മളായിരിക്കും. എന്നാൽ IT കമ്പനികൾ ലോകോത്തരമായി ഇനിയും വളരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നിടത്ത് കുറേ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു സംശയവും വേണ്ട, 97-ലെ ഇന്ത്യ അല്ല ഇന്ന് ഞാൻ സഞ്ചരിക്കുമ്പോഴുള്ള ഇന്ത്യ. അതുപോലെ നമ്മൾ ഒരു പൊതുവെ പറയുന്നത് ചന്ദ്രനിൽ പോയാലും മലയാളിയെ കാണാമെന്നുള്ളൊരു ചൊല്ലുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? താങ്കൾ ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചു. അത് വാസ്തവം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇപ്പോൾ മലയാളി ചെല്ലാത്ത സ്ഥലങ്ങളില്ല. കാരണം നമ്മളിപ്പോൾ കാണുന്നത് കാനഡയിലേക്ക് പോയി, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോയി, അമേരിക്കയിലേക്ക് പോയി, UK-യിലേക്ക് പോയി എന്നായിരിക്കും. പക്ഷേ അവിടെ നിന്ന് ഇവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ UK-യിലേക്ക് പോയ ഒരാൾ അവിടുത്തെ കമ്പനിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ നോർത്ത് പോളിലായിരിക്കും അവൻ്റെ പ്രവർത്തന മേഖല, അങ്ങോട്ട് അയക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ UK-യിലേക്ക് പോയ ആൾ UK തന്നെ ജീവിക്കുകയല്ല. അവനൊരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അവനെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവനെ വിടുക. അപ്പോൾ ആ കൂടെ ഒരു മലയാളി ഉണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ മലയാളികൾ കണ്ടമാനം കേരളത്തിൽ നിന്ന് കയറിപ്പോകുന്നത് കൊണ്ട് കേരളത്തിന് നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർ ലോകത്തിലെ എല്ലാ പ്രവർത്തന മേഖലയിലും എത്തിച്ചേരുന്നുണ്ട്. നാസയിലുള്ള മലയാളികളുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട്. ഞാനിപ്പോൾ പോയ മിക്കവാറും സ്ഥലത്ത് ഇപ്പോൾ ഞാനൊരു അറിയിപ്പ് കൊടുത്തിട്ട് ചെന്നാൽ എനിക്ക് അറിയാം അവിടെ എല്ലാ മലയാളികൾ കണ്ടുമുട്ടാൻ എനിക്ക് പറ്റിയേനെ. ഈ ചൊല്ലിനൊരു
10-50 വർഷം പഴക്കം ഉണ്ടാവാം. ഉണ്ട്. കന്നഡയിൽ ചെന്നാലും മലയാളിയെ കാണുന്നുണ്ട്. അതെ. അതിപ്പോ മലയാളിയുടെ ഒരു സഞ്ചാര ത്വര അതാണോ കാണിക്കുന്നത്, അത് വേറെ എന്തെങ്കിലും ആണോ? അല്ല, അവസരം തേടിയുള്ള ഒരു 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 യാത്ര. അന്നും എനിക്ക് തോന്നുന്ന കേരളത്തിൽ അത്ര അവസരങ്ങളില്ല എന്ന് മലയാളി ചിന്തിച്ചിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നു. അതാണ് രസം. അവസരങ്ങൾ തേടിയാണല്ലോ ഈ യാത്ര. നമ്മൾ ഇതൊന്നും സഞ്ചാരിയായിരുന്നെങ്കിൽ ഞാൻ അമേരിക്കയിൽ ചെന്നിട്ട് എൻ്റെ ചില ബന്ധുക്കളെ വേൾഡ് ട്രേഡ് സെൻറ്റർ നിന്ന സ്ഥലം കൊണ്ട് ഞാൻ കാണിക്കേണ്ടി വരില്ലായിരുന്നു. ആ, അവർ ആ വഴിക്ക് പിന്നെ പോയിട്ടില്ല. പണ്ടെന്തോ ആദ്യം ചെന്നപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിന് മുകളിൽ കയറിയതാ. ഇത് തകർന്നു വീണതിന് ശേഷം ഒന്ന് കാണണമെന്ന് തോന്നിയിട്ടില്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവിടെ. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ എക്സ്പ്ലോറേഷന് ഇപ്പോൾ പല സ്ഥലത്തും ഞാനാണ് വഴി കാണിച്ച് പലയിടത്തും കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഫ്ലോറിഡയിൽ ചെല്ലുമ്പോഴൊക്കെ അവിടെയൊക്കെ മലയാളികളുണ്ട്. പക്ഷെ അവരൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അവർ ജോലിസ്ഥലം, വീട് ജോലിസ്ഥലം. പിന്നെ എങ്ങാനും സുഹൃത്തുക്കളൊക്കെ ചേർന്ന് വീക്കെൻഡിൽ എവിടെയെങ്കിലും ഒന്ന് ഒത്തുകൂടിയെങ്കിലായി. അതും ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലാണ്. താങ്കൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ ചില ഒരു ആസ് എ സൊസൈറ്റി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നി അങ്ങനെ പറയാൻ പറ്റുമോ? സിംഗിൾ ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഒരു സിറ്റിയിലേക്ക് ചെന്നിറങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഒരു നാട്ടിലേക്ക് ചെന്നിറങ്ങുമ്പോൾ, ഇപ്പം നിങ്ങളൊരു വീട്ടിലേക്ക് ചെല്ലുകയാണെന്നിരിക്കട്ടെ, ചില വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നമ്മൾ 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഇൻ ആൻഡ് ഔട്ട്സോ, ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമോ, കുട്ടികൾ ഇവരുമായിട്ടുള്ള ബന്ധമോ, ഇതൊന്നും നമ്മൾ അന്വേഷിക്കാനോ ചോദിക്കാനോ പോകുന്നില്ലെങ്കിലും ആ വീട്ടിൻ്റെ ലേ ഔട്ട്, അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതി, അവർ തമ്മിൽ സംസാരിക്കുന്ന രീതി, അവിടെ ഭക്ഷണം എടുക്കുന്ന രീതി, വിളമ്പുന്ന രീതി, നമ്മളെ കഴിപ്പിക്കുന്ന, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ നമ്മളിലൊരു വിലയിരുത്തലുണ്ടാവില്ലേ? കൊള്ളാം, അത് നന്നായിട്ട് പോകുന്നു. ഈ വിലയിരുത്തലേ എനിക്കുള്ളൂ ആദ്യത്തെ ഘട്ടത്തിൽ. പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെ ഞാൻ പിന്നെ പഠിക്കുകയാണ് എങ്ങനെ ഇങ്ങനെ ഉണ്ടായി. അപ്പോഴാണ് ഇവർ ഏതോ വർഷങ്ങളിൽ ആരംഭിച്ച എഡ്യൂക്കേഷൻ സിസ്റ്റമോ അല്ലെങ്കിൽ പുതിയ ഭരണ പരിഷ്കാരങ്ങളോ കൊണ്ടാണ് ഇതിലേക്കൊക്കെ എത്തിയത് നമ്മൾ അറിയുന്നത്. ഇത് തന്നെയാണ്. അല്ലാതെ ഇപ്പം ഞാൻ അവിടെ എല്ലാം ശരിയാണെന്നൊന്നും അല്ല ഇതിൻ്റെ ഒന്നും അർത്ഥം. അങ്ങനെ ആകാനും പറ്റില്ലല്ലോ. എന്നാൽ മജോറിറ്റി ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിറ്റി കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഒരു വീട് കാണുന്ന പറഞ്ഞ പോലെ തന്നെ ഒരു സിറ്റി കാണുമ്പോൾ അടുക്കും ചിട്ടയും ഉണ്ട് എന്നിരിക്കെ, ഇപ്പോൾ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്ന ആളുകൾ 6 വരിയുള്ളൊരു പാതയാണെന്നിരിക്കട്ടെ, 3 വരി ഒരു വശത്തേക്കും 3 വരി മറ്റേ സൈഡിൽ കൂടെയും നിങ്ങൾ പോകുമ്പോൾ ഇതിൻ്റെ ഔട്ടർ ലൈനിൽ കൂടെ മാത്രമേ ട്രക്കുകളും ബസ്സുകളും ഓടുന്നുള്ളൂ എന്നിരിക്കട്ടെ, എന്ത് പ്രകോപനം ഉണ്ടായാലും അവരിങ്ങ് അകത്തേക്ക് കയറുന്നില്ല. ഓവർടേക്ക് ചെയ്യേണ്ടവൻ മാത്രമാണ് സെൻറ്ററിലെ ഈ ഏറ്റവും നടുക്കത്തെ ലൈനിൽ കൂടെ പോകുന്നത്. അവൻ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് മാറുന്നു. ഓവർടേക്ക് ചെയ്യേണ്ടവൻ മാത്രം അതിലേക്ക് കയറുന്നു. ഇങ്ങനെയാണ് ഒരു ഹൈവേ കൂടെ പോകുമ്പം നിങ്ങൾ ദിവസങ്ങളോളം യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണെങ്കിൽ ആ സമൂഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നും? അത് കഴിഞ്ഞ് നമ്മളിവിടുന്ന് അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർ വരെ ഈ 3 വരിയോ 4 വരിയോ ഉള്ള പാതയിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരും ഡ്രൈവിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്കെന്ത് തോന്നും? ഇങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ അഭിപ്രായം പറഞ്ഞുകൂടെ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ കഴിഞ്ഞ ഏറ്റവും അവസാനം മൊറോക്കോയിൽ പോയി. ഞാൻ കഴിഞ്ഞ 2-3 എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഒരു വശത്തേക്ക് 3 വരിയുള്ള പാതയിൽ എങ്ങനെയാണ് വാഹനങ്ങൾ ഓടുന്നത്. ഒരു ട്രക്കും ആ ലൈൻ വിട്ട് ഇങ്ങോട്ട് കയറില്ല. അവന് പോയിട്ട് അത്യാവശ്യം കാണും. പക്ഷേ അവനറിയാം ഈ ട്രാക്കാണ് എൻ്റേത്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ ട്രാഫിക് റൂൾസ് ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാൻ ഇത്ര മടി? എന്തുകൊണ്ടായിരിക്കും? ഒരു ട്രാഫിക് റൂൾ ഇമ്പോസ് ചെയ്താൽ അതിനോട് ഭീകരമായ റെസിസ്റ്റൻസ് ആണ്. അതെ. സ്വന്തം തല പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞാൽ അതിനോട് റെസിസ്റ്റൻസ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഇത്രയ്ക്ക് വരുന്നത്? എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും നമ്മളുടെ വളർത്തലിൻ്റെയും സമൂഹം പൊതുവേ ഉള്ളത് എല്ലാത്തിനെയും എതിർക്കണം എന്നല്ലേ, പ്രൊട്ടസ്റ്റ് ചെയ്യണം, ഒന്നിനും നമ്മൾ വശപ്പെടരുത്, കീഴടങ്ങരുത് എന്നൊരു ചിന്ത നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സ്വത്വബോധം അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ഏതിന് വഴങ്ങണമെന്നൂടെ അറിയണം. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വഴങ്ങരുത്, എന്നാൽ പൊതു നിയമങ്ങളെയും പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങളെയും നമ്മൾ വഴങ്ങണ്ടേ? തങ്ങളുടെ യാത്രയിലേക്ക് തിരിച്ചു വന്നാൽ പക്ഷേ എസ്കേപ്പ് ഒറ്റക്കാരന് ശേഷം മലയാളി യാത്ര എന്ന് ചിന്തിച്ചു തുടങ്ങിയത് സന്തോഷ് ജോർജുള്ളവരയിലുണ്ടായിരുന്നു. ആദ്യകാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ഞങ്ങളുടെ യാത്ര കുറേയേറെ റാൻഡം ആയിട്ടായിരുന്നു. ഇവിടുത്തെ പോവുക, എവിടെയാണ് ഏറ്റവും കുറഞ്ഞ ചെയ്യാൻ പറ്റുന്നത്, ചിലവ് ക്യാൻസൽ ചെയ്ത ടിക്കറ്റ് ഒക്കെ ഞാൻ മേടിക്കാറുണ്ട്. അതൊക്കെ താങ്കൾ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 130 രാജ്യങ്ങളായി. യാത്രയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ഏറ്റവും എന്താണ് താങ്കൾ യാത്രയ്ക്ക് പോകുന്നതിനെ തിരഞ്ഞെടുക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ പോകണം എന്ന് താങ്കളുടെ ഒരു ക്രൈറ്റീരിയ വയ്ക്കുന്ന എന്ത് ബേസിലാണ്? ഒന്നാമത്തെ കാര്യം, പോകാത്തൊരു സ്ഥലമായിരിക്കണം എന്ന് വെക്കും. കാരണം പോയ സ്ഥലത്തെ ഞാൻ ഒരുമാതിരിയൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ വീണ്ടും അവിടെ പോകേണ്ട ആവശ്യമില്ല. അല്ലെ പോകും,
ഇപ്പോൾ ചൈന പോലെ അതിബൃഹത്തായ ഒരു രാജ്യമാണെങ്കിൽ നമ്മൾ പോകുന്നതൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലല്ലേ. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ 2-3 തവണ ഒക്കെ പോയിട്ടുണ്ട്. അമേരിക്കയിൽ പോകും, ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ അങ്ങനെ പോയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. 2, വ്യത്യസ്തമായ ജീവിതം കിട്ടുമോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 138 രാജ്യമൊക്കെ കഴിയുമ്പോൾ ഒരു പ്രശ്നം, നമുക്ക് ഈ ചോയ്സ് അധികമില്ല. നമ്മളതെല്ലാം ആദ്യം തീർത്തു. ഇനിയുള്ളതെന്ന് പറയുന്നത് അത്ര വലിയ പ്രാധാന്യമുള്ളതോ അല്ലെങ്കിൽ അത്ര വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന സ്ഥലങ്ങളല്ല ഇനിയുള്ളത്. ഇനി പലതും നമ്മൾ പോയതിൻ്റെ കോപ്പികളാണ്. ഉദാഹരണത്തിന് നമ്മൾ സൗദി അറേബ്യ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പരിസരത്തുള്ള മിക്കവാറും എല്ലാ അറബി രാജ്യങ്ങൾക്കും ഏതാണ്ടൊരു സമാന സ്വഭാവം ഉണ്ടാകും, ഗ്രാമങ്ങൾക്ക് പോലും.